പഴയ കാലത്ത് പ്രതിഷ്ഠാകർമ്മം ചെയ്യുന്നതിനും പൂജിക്കുന്നതിനും ബ്രാഹ്മണൻ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ജാതി സമ്പ്രദായം അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഏത് ജാതിയിൽപ്പെട്ടവർക്കും പൂജാരിമാരാകാം. മന്ത്രതന്ത്രാദികളിലുള്ള അറിവ്, ഭക്തി, ആത്മാർത്ഥത, സ്നേഹം, ദയ, ആത്മനിയന്ത്രണം, അർപ്പണബോധം ഇവയെല്ലാം ഒത്തുചേരുന്ന ആർക്കും പൂജാരിമാരാകാം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭാവയപ്പം ബാബാലം ഭാവയപ്പം ബാബാലം പരമാനന്ദമുദാരശീലം ഭാവയപ്പം ബാബാലം. തിരക്കേറിയ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്തനടുക്ക് പ്രശസ്തമായ രാജകീയ വിദ്യാലയങ്ങളും ആതുരാലയവും ഭരണസിരാകേന്ദ്രവും തീവണ്ടി ആഫീസും പോലെയുള്ള നിരവധി സ്ഥാപനങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പ്രദേശം തൈക്കാട്. ശ്രീ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികൾക്കും യോഗഗുരുവായി വർത്തിച്ച അയ്യാഗുരുവിന്റെ പേരിനൊപ്പം പ്രശസ്തിയാർജിച്ച സ്ഥലം. സംഗീത ലോകത്തെ പ്രശസ്തരായ പ്രൊഫസർ ഓമനക്കുട്ടിയും MG രാധാകൃഷ്ണനും MG ശ്രീകുമാറും മറ്റനേകം സംഗീതജ്ഞരും ചേർന്ന് സംഗീത സാന്ദ്രമാക്കിയ പ്രദേശം. ഇവിടെയാണ് തൈക്കാട് ശ്രീ ധർമ്മശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നീലാംബരധരം നീലകുന്തളം പരം മോഹിനി വാരസുതം പൂർണ്ണപുഷ്കലനാഥം. തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ഗംഭീരമായ ക്ഷേത്രം. ക്ഷേത്രമതിൽക്കെട്ടിന്റെ വാതായനം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ തികച്ചും പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷം. ശക്രാദിദേവഗണ വന്ദിത ചരണം ശങ്കരാത്മജം വൈരമാലാഭരണം. അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറ്റിക്കാടുകൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇതെന്നും അതിനു സമീപം താണജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നുവെന്നും അവരുടെ വളർത്തു പശു ഈ കാട്ടുപ്രദേശങ്ങളിൽ മേഞ്ഞു നടന്നിരുന്നുവെന്നുമെല്ലാം കഥയുണ്ട്. അന്നത്തെ നാടുവാഴിയുടെ വെടിയേറ്റ് വളർത്തു പശു മരിക്കാനിടയായി. പശ്ചാത്താപ വിവശനായ ആ നാടുവാഴി ആ കുടുംബത്തിനു വേണ്ട സഹായം ചെയ്യാൻ തയ്യാറായി. ആ കുറ്റിക്കാട്ടിലെ ഒരു പനച്ചുവട്ടിൽ വച്ചാരാധന ഉണ്ടായിരുന്ന ഗൃഹനാഥൻ അവിടെ ഒരു ക്ഷേത്രം കിട്ടിയാൽ കൊള്ളാമായിരുന്നുവെന്ന് രാജാവിനോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഒരു ക്ഷേത്രമുണ്ടായത് എന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളിൽ ഒരു തേജസിൽ ഉരുവാകിയ ശബരിഗിരിവാസിൻ മമ മാനസവിരുൾ ചൂഴ്കയിൽ ഒളിയാവുക ചേരിൽ മധുസൂദന സുതതാവക ശരണം മമ ശരണം. ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി നടന്ന പ്രശ്നചിന്തയിൽ പഴയ കാലത്ത് ഒരു സിദ്ധൻ ഇവിടെ താമസിച്ച് സമാധിയായിട്ടുണ്ട് എന്ന വിവരവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഈ സ്ഥലം ഒരു പുണ്യസ്ഥാനമാണെന്ന് തെളിയുകയുണ്ടായി. കുളിരം വിളി തൊഴുമേ തവ മുഖമുജ്വലദീപ്തം തളിർമാലകൾ വാഴ്ത്തും തവ ചരണാമൃത സൂക്തം അജലങ്ങളിൽ ഉയരും വിളിയറിയും പരഗുപ്തം അജിരാൽ പരകഥനങ്ങളിൽ അലിയും മൃദുചിത്തം. വനഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനവിഭാഗത്തിന്റെ ആരാധനാമൂർത്തിയായിരുന്നു ശാസ്താവ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവ് എന്ന തരത്തിലാണ് ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മോഹിനി വാരസുതം പൂർണ്ണ പുഷ്കലനാഥം നീലാംബരധരം നീലകുന്തളം പരം മോഹിനി വാരസുതം പൂർണ്ണ പുഷ്കലനാഥം. കുടുംബം ഇല്ലാതായതോടെ ക്ഷേത്രം രാജവംശത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടുത്തരവാദിത്വത്തിൽ ആയി.
പത്മനാഭസ്വാമി ക്ഷേത്രം പണി നടക്കുന്ന കാലഘട്ടത്തിൽ അതിനായെത്തിയ പണിക്കാർ താമസിച്ചിരുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് വളരെ മുൻപേ തന്നെ ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് പറയാം. കാലക്രമത്തിൽ ഘട്ടം ഘട്ടമായി നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇവിടം ഒരു മഹാക്ഷേത്രമായി മാറുകയായിരുന്നു. മഴമേഘ മനോഹാരിത ചൊരിയുന്നൊരു ചിക്കുരം കരിവണ്ടുകൾ കളിയാടിയ മിഴിയാമരവിന്ദം മണിമഞ്ജുള മകുടം. ശാസ്താസങ്കല്പത്തിൽ നിരവധി ഭാവങ്ങളുണ്ട്. കുളത്തൂപ്പുഴയിൽ ബാലകനും ആര്യങ്കാവിൽ കുമാരനും അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായും ശബരിമലയിൽ ധ്യാനനിരതനായ യോഗസമാധിയിലും കുടികൊള്ളുന്ന ദേവൻ ഇവിടെ മറ്റൊരു ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. വലതു കൈയിൽ താമരപ്പൂവുമായിരിക്കുന്ന ശാസ്താവ് പണ്ട് പട്ടുതോൾ മനയിലെ കുടുംബത്തേവാര മൂർത്തിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. മഹാഗണപതി, ദുർഗാദേവി, ഹനുമാൻ സ്വാമി, മഹാദേവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യസ്വാമി, നാഗദൈവങ്ങൾ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ വിവിധ സങ്കല്പങ്ങളിലെ ഉപദേവന്മാർ ഈ ക്ഷേത്രാങ്കണത്തെ കൂടുതൽ ധന്യമാക്കുന്നു. ധ്വജസ്തംഭം, ബലിക്കൽപുര, നടശാല എന്നിവയെല്ലാം തന്നെ പ്രൗഢി വിളിച്ചോതുന്നവയാണ്. മകരം 1 അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുക. എങ്കിലും വിനായക ചതുർത്ഥി, വൃശ്ചിക മാസത്തിലെ മണ്ഡലച്ചിറപ്പ്, നവരാത്രി പൂജ എന്നിവയെല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനാൽ ഇവിടുത്തെ സന്ദർശനം കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും എന്നാണ് വിശ്വാസം. കനകദ്യുതിയൊഴുകും തവ കരകങ്കണരണനം മുഖപങ്കജമനനം ഭവനസഞ്ജയ. ആയിരക്കണക്കിന് നീരാഞ്ജനമാണ് ശനിയാഴ്ച ദിനങ്ങളിൽ ഇവിടെ നടക്കുക. NSS താലൂക്ക് യൂണിയന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. അപൂർവമായി മാത്രം തെക്കൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള അയ്യപ്പൻ തീയാട്ടടക്കം ശാസ്താവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾക്ക് വേദിയായിട്ടുണ്ട് ഈ പുണ്യസങ്കേതം.